ഇംഗ്ലണ്ട് സ്പിന്നർ ഷൊഹൈബ് ബഷീറിന്റെ പന്തിൽ ബൗണ്ടറി കടത്തി ഇരട്ട സെഞ്ചുറി നേടി ആകാശത്തിലേക്ക് ബാറ്റ് ഉയർത്തുന്ന യശസ്വി ജയ്സ്വാളിന്റെ ചിത്രം ക്രിക്കറ്റ് ആരാധകരെ അത്രമേൽ ആനന്ദിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ്. ഇംഗ്ലണ്ടിനെതിരായുള്ള രണ്ടാം ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ യശസ്സുയർത്തിയ യശസ്വി ജയ്സ്വാളിന്റെ ഇരട്ട സെഞ്ചുറി പ്രകടനത്തിന് കൈയടിക്കുകയാണ് കായിക ലോകം. ആദ്യ ടെസ്റ്റിലെ പരാജയത്തിന് പകരം വീട്ടാനിറങ്ങിയ ഇന്ത്യയുടെ പെർഫെക്റ്റ് സ്റ്റാർട്ട്. അധ്വാനിക്കുന്ന ക്രിക്കറ്റർ തന്നെയാണ് യശസ്വി. പടിപടിയായി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പടവുകൾ കയറിയ ജയ്സ്വാൾ ഇന്ന് ഇന്ത്യൻ സീനിയർ ടീമിലെ സ്ഥിര സാന്നിധ്യമാവുകയാണ്. ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ ആദ്യ ഇരട്ട സെഞ്ചുറി നേടി എന്നതിനപ്പുറം ഇന്ത്യയെ കൈപിടിച്ചുയർത്തിയ പ്രകടനം തന്നെയായിരുന്നു യശസ്വി ജയ്സ്വാളിന്റെ ഇരട്ട സെഞ്ചുറി പ്രകടനം. ജയ്സ്വാൾ ഒറ്റയ്ക്ക് നേടിയ റൺസിനൊപ്പം നേടാൻ ടീമിലെ മറ്റുള്ള മുഴുവൻ താരങ്ങളും ചേർന്ന് നേടിയ റൺസിനുമായില്ല എന്നതാണ് ഈ ഇന്നിംഗ്സിന്റെ ഏറ്റവും വലിയ വലിമ. ഇരട്ട സെഞ്ചുറി നേട്ടത്തോടുകൂടി വിനോദ് കാംബ്ലിക്കും സുനിൽ ഗവാസ്കറിനും പിന്നിലായി ഏറ്റവും ചെറിയ പ്രായത്തിൽ അന്താരാഷ്ട്ര ഇരട്ട സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരമാവുക കൂടെ ചെയ്തു യശസ്വി ജയ്സ്വാൾ. ടെസ്റ്റിൽ ഇന്ത്യക്കിനി രോഹിത്തിനൊപ്പം മറ്റൊരു ഓപ്പണറെ തിരയേണ്ടതില്ല എന്ന് അരക്കിട്ടുറപ്പിക്കുകയാണ് ഈ പ്രതിഭ. 2020 അണ്ടർ-19 ലോകകപ്പിലൂടെയാണ് ജയ്സ്വാൾ ലോകശ്രദ്ധ നേടുന്നത്. അന്ന് ഫൈനലിൽ ബംഗ്ലാദേശ് കൗമാരപ്പടയോട് ഇന്ത്യ തോറ്റെങ്കിലും 400 റൺസ് ടൂർണമെന്റിൽ നേടിയ ജയ്സ്വാൾ തന്നെയായിരുന്നു ലോകകപ്പിന്റെ താരം. സെമി ഫൈനലിലടക്കം ബൗളിംഗിലും ജയ്സ്വാൾ തിളങ്ങി. പിന്നീട് വിജയ് ഹസാരെ ട്രോഫിയിൽ ഇരട്ട സെഞ്ചുറി നേടിയ ജയ്സ്വാൾ ഇന്ത്യൻ സീനിയർ ടീമിലേക്കുള്ള സ്ഥാനത്തിന് അന്നേ അവകാശവാദം ഉന്നയിച്ചു തുടങ്ങിയിരുന്നു. പിന്നീട് IPL-ൽ തിളക്കമാർന്ന പ്രകടനം നടത്തിയ താരം ആ സ്വപ്നം നേടിയെടുക്കുക തന്നെ ചെയ്തു. വിജയ് ഹസാരെ ട്രോഫിയിലെ ഇരട്ട സെഞ്ചുറി നേട്ടത്തിന് പിന്നാലെ ജയ്സ്വാളിനെ പറ്റി രോഹിത് ശർമ്മ കുറിച്ചത് ദ നെക്സ്റ്റ് സൂപ്പർ സ്റ്റാർ എന്ന് തന്നെയായിരുന്നു. തന്റെ പ്രകടനത്തിലൂടെ അത് തെളിയിക്കുകയാണ് ഈ ലെഫ്റ്റ് ഹാൻഡ് ഓപ്പണർ ബാറ്റർ. ഭയമെന്നത് തന്റെ നിഘണ്ടുവിലില്ലെന്ന് ഉറപ്പിച്ച് തന്നെയാണ് താരത്തിന്റെ ഓരോ പ്രകടനങ്ങളും. അതിനുദാഹരണമാണ് ഒരു 1.5 സിക്സിലൂടെ സെഞ്ചുറിയിലെത്തിയതും പന്തിനെ ബൗണ്ടറി കടത്തി ഇരട്ട സെഞ്ചുറിയിലെത്തിയതും. ഇന്ന് പ്രശംസ കൊണ്ട് മൂടുകയും അഭിനന്ദനം കൊണ്ട് അവനെ ചേർത്ത് നിർത്തുകയും ചെയ്യുമ്പോൾ ഓർക്കേണ്ടതായി മറ്റൊന്നുണ്ട്. യശസ്വി ജയ്സ്വാളിന്റെ ദുരിതപൂർണമായ ഭൂതകാലത്തെ, വയർ നിറയ്ക്കാൻ പെടാപ്പാടുപെടുന്ന, കിടന്നുറങ്ങാൻ ഇടമില്ലാത്തൊരു ഭൂതകാലത്തെ. ജീവിക്കാൻ പാനിപൂരി വിറ്റ് നടന്നവൻ വിജയങ്ങളിലേക്ക് ഉയരുമ്പോൾ അതൊരുപാട് പേർക്ക് പ്രചോദനമാവുകയാണ്. ക്രിക്കറ്റ് താരമാവുക എന്നത് മനസ്സിലുറപ്പിച്ച് അവൻ മുംബൈയിലെത്തി. അവിടെ തെരുവോരങ്ങളിൽ അന്തിയുറങ്ങി. ജ്വാല സിംഗ് എന്ന പരിശീലകൻ കണ്ടെത്തിയതാണ് ജയ്സ്വാളിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ്. ക്രിക്കറ്റ് മൈതാനത്തിനരികിലെ ടെന്റിൽ താമസിച്ച് കളി തുറന്ന ജയ്സ്വാൾ അനുകരണീയമായ മാതൃക തന്നെയാണ് പുതുതലമുറയ്ക്ക് മുമ്പിൽ വെക്കുന്നത്. താരത്തിന്റെ ഒറ്റയാൾ പോരാട്ടത്തെ അഭിനന്ദിക്കുമ്പോൾ അതിൽ അത്ഭുതം തോന്നുന്നില്ല. കാരണം ജീവിതത്തിൽ പലപ്പോഴും ഒറ്റയ്ക്കായവൻ ഒറ്റയ്ക്ക് പൊരുതാതിരിക്കുന്നതെങ്ങനെ. 2024 ലോകകപ്പിന്റെ വർഷമാണ്. T20 ലോകകപ്പിൽ 2023 ഏകദിന ലോകകപ്പ് ഫൈനലിലെ തോൽവിയുടെ കണക്ക് തീർക്കാൻ ഇന്ത്യ ഇറങ്ങുമ്പോൾ ജയ്സ്വാൾ ടീമിന്റെ ഭാഗമായി ഉണ്ടാകുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ്.